കോഴിക്കോട്ട് കോവൂരിൽ ഓവുചാലിൽ വീണ് കാണാതായ ആൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയോടെയാണ് കളത്തിൽ പൊയ്കയിൽ വീട്ടിൽ ശശി ഓവുചാലിൽ വീണത്. ഇന്നലെ 3 കിലോമീറ്ററോളം തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. കാന വർഷങ്ങളായി തുറന്നിട്ട നിലയിലാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. അഭിലാഷ്, രാവിലെ ഈ നല്ല പ്രഭാതത്തിൽ ഒരു മിസ്സിംഗ് വാർത്തയാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. എങ്ങനെയാണ് ഈ ശശി ഓവുചാലിൽ വീണത്? വലിയ ആഴമുള്ള ഓവുചാലായിരുന്നു, വലിയ ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു, ഒരാളെ ഒഴുക്കിക്കൊണ്ട് പോകാൻ മാത്രം? അരുൺകുമാർ, ഇന്നലെ ശക്തമായ മഴയാണ് പെയ്തത്. കാരണം 8 മണിയോടുകൂടി തന്നെ മഴ ശക്തി ആർജിച്ചിരുന്നു. അതോടുകൂടി തന്നെ പല സ്ഥലങ്ങളിലും വെള്ളം കയറുകയും അതോടൊപ്പം തന്നെ ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ഞാൻ നിൽക്കുന്ന ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഇവിടെയായിരുന്നു, താഴെയായിരുന്നു അദ്ദേഹം ഇരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂട്ടത്തിൽ 2 പേർ കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക്, അതായത് ഡ്രൈനേജ് ഏതാണ്ട് 8-9 അടിയോളം താഴ്ചയുള്ള ഡ്രൈനേജാണ്. ഈ ഡ്രൈനേജിലേക്കാണ് വീഴുന്നത്. നമുക്ക് ശക്തമായ മഴയായതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 6 അടിയോളം ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഉടൻ തന്നെ ഈ വെള്ളത്തിലൂടെ, അതായത് ഈ ഡ്രൈനേജിലൂടെ താഴെയോട്ട് ഒഴുകിപ്പോയി. തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് ഈ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. കാരണം അവിടെ ഏതെങ്കിലും തരത്തിൽ സ്ലാബിട്ട് മൂടുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഡ്രൈനേജിന് നോക്കുകയാണെങ്കിൽ ഡ്രൈനേജ് ആകെ കാട് മൂടി കിടക്കുന്ന ഒരു നിലയിൽ കൂടിയാണ്. ഏതായാലും ഇവിടെ ഇന്നലെ 3 മണിക്കൂറോളം, അതായത് 8 മണി 9 മണിയോട് കൂടി തന്നെ 3 മണിക്കൂറോളം നേരം പരിശോധന നടത്തി. 3 കാനയിൽ കാണുന്നില്ല. മാത്രമല്ല ചെറിയൊരു ഓടയാണ്. ഒരാൾ വീണാൽ ഒഴുകിപ്പോകാൻ മാത്രമുള്ള വെള്ളം ഇന്നലെ ആ കാനയിൽ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഏതാണ്ട് 6 അടിയോളം ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ വെള്ളം ഇല്ല, കാരണം മഴ മാറി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഒഴുക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ തന്നെ പരിശോധന നടത്താൻ കഴിയുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും പോലീസ് ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് തന്നെ ഫയർഫോഴ്സ് എത്തിയതിനു ശേഷം തന്നെ ഉടൻ തന്നെ തെരച്ചിൽ നടത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഏതായാലും സാർ, എങ്ങനെയാണ് ഇന്നത്തെ തെരച്ചിൽ? ഇതിന്ന് ഫയർ സർവീസ് ഇപ്പോൾ എത്തും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോവുകയാണ്. കാരണം സ്ലാബിൻ്റെ അടിയിൽ എവിടെയെങ്കിലും കൊളുത്തി ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം പാലാഴി വരെ അന്വേഷിച്ച് ഇങ്ങനെ പോകാനാണ് കഴിക്കുന്നത്. തൊട്ടടുത്തുള്ള പുഴ മാമ്പുഴ പുഴയാണ്. പുഴയിലേക്ക് ഏതാണ്ട് 5 കിലോമീറ്റർ നീളമാണ്. പുഴയിലേക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ടാവും. ഇത് നേരെ പോയിട്ട് അത്താണിക്കിൽ പോയി അത്താണിക്ക് റൈറ്റ് തിരിഞ്ഞ് അങ്ങനെ പാലാഴി പാൽ കമ്പനി, ഹൈലൈറ്റ് മാള്, പിന്നെ അങ്ങനെ പുഴയിലേക്ക് പോകുന്നു. ഈ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഇത്രത്തോളം ആഴം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സൈഡിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, സൈഡിലേക്കൊന്നുമില്ല. ഈ അത്താണി വരെ സൈഡിലേക്ക് എവിടേക്കും പോകുന്നില്ല. വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് വരല്ലാതെ പുറത്തേക്ക് പോകില്ല. വിപുലമായ തെരച്ചിലായിരിക്കും നടത്തുക. തെരച്ചിലായിരിക്കും. എത്രയുണ്ട് ഫയർഫോഴ്സ് എത്തും? അത് അവർ എത്തുന്നാണ് പറഞ്ഞത്. അവർ എത്തിയിട്ടില്ല ഇതുവരെ. ഇന്നലെ രാത്രി തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. രാത്രി അവർ തെരച്ചിൽ നടത്തിയിരുന്നു. അപ്പം നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം താഴെ വരെ പോയിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ല. അപ്പോൾ രാവിലെ വന്നിട്ട് ഒന്നുകൂടെ നോക്കാമെന്നാണ് പറഞ്ഞത്. എവിടെയെങ്കിലും കുളത്തിൽ കിടക്കേണ്ടോ അറിയില്ലല്ലോ. ഇതാണ് പോലീസ് പറയുന്നത്. പല സ്ഥലങ്ങളിലും സ്ലാബിട്ട് മൂടിയിട്ടുണ്ട്. പക്ഷേ മറ്റു ചില സ്ഥലങ്ങളിൽ സ്ലാബിട്ട് മൂടിയിട്ടില്ല. ആ സ്ലാബിട്ട് മൂടിയ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഈ കമ്പിയിലൊക്കെ കൊളുത്തി നിൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് നടന്നത്. ഏതായാലും 5 കിലോമീറ്റർ താഴെയാണ് മാമ്പുഴ പുഴയുള്ളത്. അവിടെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇന്ന് പരിശോധിക്കപ്പെടും. ഏതായാലും ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും തെരച്ചിൽ നടത്തുക എന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 12-1 മണി വരെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയത്, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിൽ തുടർച്ചയായി തന്നെയുള്ള ഒരു തെരച്ചിലായിരിക്കും. ഏതായാലും ഇന്നലെ തെരച്ചിൽ നടത്തിയ അതേ സ്ഥലത്ത് വീണ്ടും തെരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കൂടി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. കണ്ടെത്തുക ബുദ്ധിമുട്ടല്ല, പക്ഷേ സ്ലാബിട്ട് മൂടിയിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അവിടെ ഏതാണ്ട് 100-200 മീറ്ററോളം സ്ലാബിട്ട് മൂടിയ ചില സ്ഥലങ്ങളുണ്ട്. അവിടെ തെരച്ചിൽ നടത്തുക കുറെ കൂടി ദുഷ്കരമാണ്. കാരണം അതിനുള്ളിലൂടെ ഊർന്ന് ഇറങ്ങി വേണം തെരച്ചിൽ നടത്താൻ. അതുകൊണ്ട് തന്നെ അവിടെ ഫയർഫോഴ്സ് എത്തിയതിനു ശേഷം മാത്രമേ തെരച്ചിൽ നടത്താൻ കഴിയൂ. ഇന്നലെ നാട്ടുകാരുടെ നേതൃത്വത്തിലൊക്കെ അവിടെ പല ഭാഗങ്ങളൊക്കെ തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും ഈ മേഖലയിൽ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവിടെ ഏതെങ്കിലും തരത്തിൽ കൊളുത്തി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ള പരിശോധിക്കുക. ഒരാൾ കൂടി ഉള്ളതായി നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ അയാളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിരുന്നോ? എങ്ങനെയാണ് വീണത് എന്നതിനെ കുറിച്ച്? ശശിക്കൊപ്പം ഒരാളല്ല 2 പേരുണ്ടായിരുന്നു. അവരാണ് പറഞ്ഞത് അവർക്ക് ഇടയിൽ നിന്നാണ് ഇദ്ദേഹം വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തത്. പക്ഷേ അതിൽ ഒരാൾ പറയുന്നത് വെള്ളത്തിലേക്ക് വീണിട്ടില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വെള്ളത്തിലേക്ക് വീഴുന്നതായി മറ്റൊരാൾ കാണുകയും ചെയ്തിരുന്നു. ഏതായാലും അവർ ഈ ശശിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളല്ല, പക്ഷേ അവിടെ ബസ് സ്റ്റോപ്പിൽ മഴ പെയ്തിരുന്ന സമയത്ത് അവിടെ കയറി നിന്ന ആളുകളായിരുന്നു. അതോടൊപ്പം തന്നെ ശശി എല്ലാ ദിവസങ്ങളിലും സാധാരണഗതിയിൽ ഇവിടെ ഇരിക്കുന്നത് പതിവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വീട് ഇതിന് തൊട്ടടുത്ത്, അതായത് 2 വീടുകൾക്കപ്പുറം മാത്രമാണ്. അദ്ദേഹം തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ ഇരിക്കാറുണ്ട്
എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും തരത്തിൽ അസ്വാഭാവികത ഒന്നുമില്ല. മറ്റുള്ള ആളുകൾ മറ്റ് ദൂരെ നിന്ന് വന്ന ആളുകളാണ്. ശശിയുടെ വീട്ടിൽ പോയി അതുകൊണ്ട് തന്നെ ശശിയെ നേരിട്ട് രാത്രിയിൽ ഈ കാനയിൽ തങ്ങൾ എഴുന്നേറ്റ് വീട്ടിൽ പോയി കാണൂ. നമ്മൾ സമീപത്തുള്ള ആളുകളോടൊക്കെ അയൽവാസികളോടൊക്കെ ഇപ്പോൾ സംസാരിച്ചു. അവർ ശശി അവിടെയൊന്നും എത്തിയിട്ടില്ല. കാരണം ശശി മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. ഇവരുടെ ബന്ധുക്കളൊക്കെ കുറ്റ്യാടി മേഖലയിലാണ്. അവർ രാവിലെയോട് കൂടി മാത്രമേ ഇവിടെ എത്തൂ. അതായത് ശശി ഇപ്പോൾ ഇവിടെ എവിടെയും ഇല്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ സംശയം ഉയർന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു പരിശോധനയും തെരച്ചിലും നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു. പക്ഷേ ശശിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ശശി ഒഴുക്കിൽപ്പെടാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അത് എത്രത്തോളം ഒഴുകിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വലിയ തരത്തിൽ കുത്തൊഴുക്കുണ്ടായിരുന്നു, ശക്തമായ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്തേക്ക് ഏതായാലും പുഴയുടെ ഭാഗത്തേക്ക് ഒഴുകിപ്പോയോ എന്നുള്ള സംശയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ 5 കിലോമീറ്റർ നീളം വരുന്ന ഈ മാമ്പുഴ പുഴയുടെ ഭാഗം വരെ തെരച്ചിൽ നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്തുനിന്ന്. ശശിയെ ആരെങ്കിലും അപായപ്പെടുത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇത് അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതിന് യാതൊരു സാധ്യതയില്ല. കാരണം ശശി ഇവിടെ ഇരിക്കുന്നതാണ്, സാധാരണഗതിയിൽ ഇരിക്കുന്നതാണ്. അപരിചിതരായ 2 പേർ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും ശശി വെള്ളത്തിൽ വീഴുന്ന അവർ കാണുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശക്തമായ മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ കുത്തൊഴുക്കുമുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഇതിൻ്റെ അപകട കാരണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒന്നുകൂടി കാണാം, നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ സ്ലാബിട്ട് മൂടാത്ത ഭാഗം, അതായത് ഈ ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗത്താണ് സ്ലാബിട്ട് കൊണ്ട് തന്നെ ഈ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. അത് അപകടകരമായ രീതിയിൽ തന്നെയാണുള്ളത്. ഏത് സമയത്തും താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ തന്നെയാണ് താഴോട്ട് വീഴുകയും ചെയ്തത്. പ്രധാനമായും നല്ല മഴയുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവിടെ അപകടം സംഭവിക്കുകയും ചെയ്തത്. അതിൽ മറ്റേതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. ഓക്കെ, താങ്ക് യു അഭിലാഷ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ, തെരച്ചിൽ നടക്കട്ടെ. ഇനി ഒരു 2 കിലോമീറ്റർ കൂടി ഭാഗം പൂർണ്ണമായിട്ടും തിരയേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ശശി എവിടെ പോയി? രാത്രിയിൽ ഈ വെള്ളത്തിൽ വീണതാണ് എന്നാണ് പറയുന്നത്. കനത്ത ഒഴുക്കുണ്ടായിരുന്നു, നല്ല മഴയും ഉണ്ടായിരുന്നു. ആ സമയത്ത് 6 അടിയോളം ഉയരം കാനയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒഴുക്കിൽ ഒരുപക്ഷെ താഴേക്ക് പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. ഓടയുടെ അടിയിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്നുള്ളതാണ് ഇന്നിനിപ്പോൾ തെരച്ചിലിന് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർ നോക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുന്നു. ശശിയുടെ വിയോഗം ഒരു ഡ്രൈനേജ് ക്ലീനായി കാണാൻ കഴിയുന്നുണ്ടല്ലോ, സങ്കടം തന്നെ എന്ന് നൂറുൽ അമീൻ പറയുന്നു. നൂറുൽ അമീൻ, ഇതാണ് പലപ്പോഴും നമ്മുടെ ഓടയും കാനയും ഒന്നും വൃത്തിയാക്കുകയില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ വന്ന് വീഴുന്ന സമയത്ത് നമ്മൾ കണ്ടതല്ലേ, തിരുവനന്തപുരത്ത് ഡ്രൈനേജിൽ ആൾ വീഴുന്നതും നമ്മൾ പിന്നീട് ആ ഫ്ലൈ ഓവറിൻ്റെ ഇടയിൽ വലിയ തെരച്ചിൽ നടത്തുന്നതുമെല്ലാം ആ സമയത്ത് മാത്രമാണ് നമ്മുടെ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ആ കാനയൊക്കെ അടച്ചു മൂടേണ്ട സമയം എത്രയോ കാലം കഴിഞ്ഞു. ഒരു മനുഷ്യൻ്റെ ജീവൻ കൊടുക്കേണ്ടി വരും ഒരു സ്ലാബ് ഇടാൻ. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ശരി.